ആദ്യമായിട്ട് നമുക്ക് കോളിഫ്ലവർ വൃത്തിയാക്കിയെടുക്കാം. അതിൻ്റെ പുറത്തെ ഇലയൊക്കെ കളഞ്ഞ് അത് ഓരോ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഓരോ ഇതിലും വിടുത്തി അതിൻ്റെ ഇടയിൽ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ചില കോളിഫ്ലവറിൻ്റെ അകത്ത് പുഴുക്കളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ചെറിയ പീസുകളാക്കി നമ്മൾ എടുക്കണം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് വെക്കണം. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക, എല്ലായിടത്തും മഞ്ഞൾപ്പൊടി ഉപ്പും എത്തുന്ന രീതിക്ക്. 1 മണിക്കൂറിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും നമുക്കത് വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. കോരി മാറ്റി നമ്മളത് ആ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് വെള്ളം വാർന്നു പോയി കഴിഞ്ഞ് നമുക്കെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ, മുട്ട, മുളക് പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് മാവ് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മളൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോളിഫ്ലവർ ഫുള്ളായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി സവോള വഴറ്റാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓയിലിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നു. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ അത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്ക് ഇനി സവോള ആഡ് ചെയ്യണം. സവോള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള ഒരു പകുതി മൂപ്പാകുമ്പോൾ കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോള നമുക്ക് അവസാനം ഇട്ട് കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് കടിച്ച് കിടക്കാനാണ്. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ച സവോളയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് സാദാ മുളക് പൊടി ഉപയോഗിക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകിൻ്റെ കുത്തൽ മാറുന്നിടം വരെ. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം.
ഞാനിവിടെ ചില്ലി സോസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് പച്ചമുളക് ഉപയോഗിക്കാത്തത്. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചില്ലി സോസിൻ്റെ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യണം. സോയാ സോസ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോയാ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം തിളയ്ക്കുന്നോടം വരെ വയ്ക്കുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, പിന്നെ സെലറി അതെല്ലാം കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം.